അനന്തശയനായിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും അതും തന്നെ ഉറങ്ങുകയാണെങ്കിൽ താമസികതയാണെന്നാ പറയാം. അപ്പോൾ എവിടെയാണ്? ശാന്തമായിരിക്കുമ്പോൾ മാത്രം സാത്വികത. ഭഗവാൻ പ്രവർത്തിക്കുന്നു എങ്കിൽ രാജസികനാണ്, ഭഗവാൻ ഉറങ്ങുന്നു എങ്കിൽ താമസികതയാണ്, ഭഗവാൻ ശാന്തത കൈവരിക്കുന്നു എങ്കിൽ താമസം. അപ്പോൾ നാരായണന് പോലും ഇല്ലാത്ത ആ ഗുണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും? സാധ്യല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചത്ത ഗുണമുണ്ടെങ്കിൽ അത് ഗുണാതീതമാണ്, അത് ഗുണത്തിന്. അതാണ് അവധൂത സങ്കല്പം, അത് ഗുണാതീതമാണ്. അതുകൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ചാതു പറഞ്ഞ സിദ്ധാന്തത്തെ അതുകൊണ്ടാണ് ചണ്ടാള ഭാവ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായെന്നല്ല, അത് ശാശ്വതമായ ഒരു വ്യവസ്ഥയല്ല. സന്യാസി ശാശ്വതമാണോ? അല്ല. സന്യാസി ശാശ്വതമല്ല എന്ന് പറയാൻ കാരണം, സന്യാസിക്ക് 6 ക്രമങ്ങളെ കടന്ന് ഗുണാതീത ഭാവത്തിലേക്ക് പോകേണ്ട. ഇപ്പൊ ഇവരൊക്കെ സാത്വികരാ, സാത്വികതയെ കടന്ന് അവർക്ക് ഗുണാതീത ഭാവത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ സന്യാസവും ശാശ്വതമല്ല. ശാശ്വതമായി നിൽക്കുന്നത് സാമൂഹികമായ ക്രമത്തെ, എല്ലാവരും ക്ഷമിക്കണം, സാമൂഹികമായ ക്രമത്തെ ഭയന്നിട്ടാണ്. നാളെ ഇതിലൊരു സ്വാമി പൂർണ്ണ സ്വതന്ത്രനായിട്ട് നടന്നാൽ നമ്മളയാളെ കൈലേറിയും. എന്താച്ചാ ഇത്രയും കാലം കാര്യം കൊടുത്ത് പച്ചക്കറിയും കഴിച്ച് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇതാ റോഡ് സൈഡിൽ കിടക്കണം. ഇപ്പൊ തന്നെ ബാബുസ്വാമി എന്താ പറയാ, നമ്മുടെ നാഗാദേവിയുടെ ഒപ്പം നൃത്തം കളിച്ചു എന്ന് പറയുമ്പോ അയാള് സ്വാമി ഗ്യാപ്പിൽ പോയി നൃത്തം കളിച്ചോ, അതെന്താ പാടില്ലാത്ത? പക്ഷെ നമ്മളെന്താണ്, ഈ സന്യാസിമാരാണ്, സ്ത്രീകളൊപ്പം നൃത്തം കളിക്കാൻ പാടില്ല. ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു, കാരണം അതാണ് നമ്മുടെ സന്യാസം. എന്നാൽ അങ്ങനെയല്ല. അതിന്റെ ആ അവസ്ഥ ഭേദിക്കപ്പെടുന്നതോടുകൂടി ഗുണാതീത ഭാവത്തിൽ വന്നാൽ നിർബന്ധങ്ങളില്ല. അതാണ് അവധൂത ചര്യ. അതുകൊണ്ട് ആ തലത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവരെ സംബന്ധിച്ച് അവരാണ് മനസ്സിലാക്കുന്നത് എല്ലാം ദൈവങ്ങൾ തന്നെയാണ്, ഭേദമില്ല. ഒരു പട്ടിക്ക് വയ്യാണ്ടായി റോട്ടിൽ സൈഡിൽ ഒരു കാല് ഞൊണ്ടി നടക്കുമ്പോൾ അതിന് മരുന്ന് വെച്ച് കെട്ടാൻ മറ്റൊരു പട്ടിക്കാവില്ല മക്കളെ. പട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആർക്കാ പറ്റുക? പട്ടിക്കും പൂച്ചയ്ക്കും വയ്യാണ്ടായ, പശുവിനും പൂത്തിനും വയ്യാണ്ടായ ആർക്കാ സംരക്ഷിക്കാൻ പറ്റുക? ഒരു വണ്ടി ആക്സിഡന്റ് ആയി പട്ടിയും പൂച്ചയും ഓരിയിടും, പക്ഷെ ചെന്ന് രക്ഷിക്കാൻ ആർക്കാ പറ്റുക? നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിനെ ആശ്രയിക്കുമ്പോൾ അവിടെ വന്നിട്ട് യന്ത്ര മനുഷ്യൻ ഉണ്ടായിട്ടും കാര്യമല്ല, അതിനെ പ്രവർത്തിക്കാൻ ആർക്കാ പറ്റുക? മനുഷ്യനെ പറ്റുള്ളൂ. മനുഷ്യൻ മാത്രമാണ് ഭൂമിയിലെ ദൈവം. ആ മനുഷ്യൻ മാത്രമാണ് ഭൂമിയിലെ പിശാചും. പൈശാചിക ശക്തി ആരിലിരിക്കുന്നു, പൈശാചികമായ ചിന്ത ഇരിക്കുന്നു, മറ്റവൻ നശിച്ചു കാണുമെന്ന് ചിന്തിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അത് പൈശാചികമാണ്. മനുഷ്യൻ തന്നെയാണ് ദേവൻ. അതുകൊണ്ട് കല്ല് ദൈവവും ആള് ദൈവം എന്ന് പറയുമ്പോൾ അവരോട് നിങ്ങൾ ഓരോരുത്തരും പറയണം, ചണ്ടാളവ ഇടിച്ചു പറയുകയാണ്. ചണ്ടാളവ സത്യസന്ധമായി നമ്മൾ ദൈവമാണ്. ഉണ്ടായിരുന്നാലും ദൈവമാണ്, കാരണം പരബ്രഹ്മം ഉണ്ടൂലത്തെ. അപ്പൊ എല്ലാവരും ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ദൈവമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ മാത്രമല്ല ദൈവം, നിങ്ങളും ദൈവമാണ്. നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കഴിവും നമുക്കില്ല. നിങ്ങൾക്കത് അറിയുന്നില്ല, നമുക്കത് അറിയുന്നെന്ന് മാത്രം നോക്കി. അതുകൊണ്ട് നാമങ്ങൾ ദൈവനാമങ്ങൾ ഏതാവട്ടെ അത് മാത്രമാകുന്നു, അതിന് നാമഭേദങ്ങളില്ല. ഈ ഒരു ജയന്തിക്ക് എന്ത് സന്ദേശം? ഒരു ആത്യന്തികമായ ഒരു സന്ദേശമുള്ളൂ. ദൈവനാമങ്ങൾ പലതായിരിക്കാം, പക്ഷെ അത് മാത്രമാകുന്നു, അതിന് നാമഭേദങ്ങളില്ല. നാമഭേദങ്ങളില്ല, ആചരണ ഭേദങ്ങളുമില്ല. ഇതാണ് ഈ ജയന്തിയിൽ ആത്യന്തികമായ സന്ദേശം. അപ്പുറം ഒരു തരത്തിലും നമ്മളെ കേൾക്കുന്നവരും ഒരു ഭേദം ഉണ്ടാവില്ല. അപ്പൊ കുഴികുത്തി കഞ്ഞിയുടെ കാര്യം എന്ന് പറഞ്ഞു നിർത്താം. അതിലെന്താ വെച്ചാൽ രണ്ടാമത്തെ ആചരണം എന്ന് പറഞ്ഞാൽ മാതാവ്, പ്രകൃതി മാതാവാണ്, ഭൂമി മാതാവാണ്. ഭൂമിയുടെ മാർത്തട്ടിൽ നിന്നും പാല് കുടിക്കുന്നത് പോലെ ഒരു അവധൂതൻ ഭക്ഷണം കഴിക്കുന്നു. അവിടെ കഴിക്കുന്നത് ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതൊന്നും വിഷയം, ഈച്ച രോഗത്തെ പകർത്തുന്നത് ശരിയാണ്. പക്ഷെ അവധൂതൻ അത്രയും ചിന്തയൊന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടിയോ പൂച്ചയോ ഈച്ചയോ കാക്കയോ നക്കിയാലും അത് കഴിക്കും. കാരണം അതും നമ്മുടെ സഹോദരങ്ങൾ തന്നെ, അതിന് വേറെ ആരും ഭക്ഷണം ഉണ്ടായി കൊടുക്കാനില്ല. അങ്ങനെ അവധൂത പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഒരു വീക്ഷണത്തിൽ കുഴികുത്തി കഞ്ഞുടി. അടുത്തത് എന്ന് പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും കേട്ട് പറഞ്ഞിട്ടുള്ള ചില സമുദായങ്ങൾക്ക് മാത്രമായി കുഴിയിൽ കഞ്ഞി ഒഴിച്ചത് കഴിക്കണം, ഇത് കഴിച്ചാ മതി, ഇത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ ഒരു രീതി അടക്കാലത്തുണ്ടായി. അത് മാത്രമാണ് എന്താണ് അവധൂത പാരമ്പര്യം ഉണ്ടായിരുന്ന ആദിമ ജനതയെ അവരുടെ സമ്പ്രദായമാക്കും മനസ്സിലാക്കാതെ ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും പല സന്യാസിമാർക്കും, പല ആചാര്യന്മാർക്കും, പല മതസ്ഥർക്കും, പല യുക്തിവാദികൾക്കും, പല വിപ്ലവകാരികൾക്കും ഇപ്പോഴും അറിയില്ല എന്താണ് അടിസ്ഥാന പ്രശ്നം എന്നുള്ളത്. അവര് പറഞ്ഞെന്താണ് ഇതൊക്കെ മോശം എന്നാണ്. ആ മോശ ചിന്ത തന്നെയാണ് പ്രശ്നം. അതായത് ഒരുത്തൻ കുഴികുത്തി കഞ്ഞി കുടിച്ചു, ഇപ്പൊ നമ്മൾ കഴിച്ചു, നമ്മളുടെ മക്കളോടോ ശിഷ്യരോടോ നിർബന്ധിച്ച് നീ ഇങ്ങനെ തന്നെ കഴിക്കണം എന്ന് പറയുന്നിടത്താണ് രാമാൻജി നമസ്കാരം,
അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ആ നിർബന്ധം. അപ്പൊ നമ്മളിപ്പോ അവിടെ കഴിച്ചു. ഇനിയിപ്പോ നമ്മളോട് പറയണേ സ്വർണ്ണ പാത്രത്തിൽ ചണ്ടാളബാബ ഭക്ഷണം. ഇപ്പൊ സ്വാമി പറയണം നമ്മുടെ ചണ്ടാളബാബ ഇന്ന് തൊട്ട് സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ മതി, വേറൊന്നിനും കഴിക്കരുതേ. അതും തെറ്റാണ്. കാരണം നിർബന്ധിക്കുകയാണ്. നമുക്ക് കുഴിയുന്ന കഞ്ഞി കുടിക്കാൻ താല്പര്യം. നിർബന്ധിക്കുന്നതാണ് പ്രശ്നം. നിർബന്ധിക്കുന്നത് മാത്രമാണ് തെറ്റ്. അവധൂതന്മാർ കഴിച്ച പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യ മഹത്വം മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ പരമ്പരയോട് കഴിക്കാൻ പറഞ്ഞു. ഒരു കാലത്ത് ഇവിടെ ആർക്കും മേൽവസ്ത്രമില്ല മക്കളെ. നിങ്ങൾ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഇന്ന് പണ്ട് കാലത്ത് എടുത്തിട്ട് കയ്യിലുണ്ട്, ഒന്ന് നോക്കി നോക്കുക. അവർക്കും മേൽവസ്ത്രം ഇല്ല. എപ്പോഴും പുറത്തിറങ്ങും മേലിന് മുണ്ടിടുക കിട്ടിയപ്പോ. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഇത് മേൽവസ്ത്രം ഉടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അവന് കാശുണ്ട് പക്ഷെ വാങ്ങാൻ പറ്റില്ല. ഇവിടെയാണ് പ്രശ്നം. പക്ഷെ എന്താണ്, ഇത് മനസ്സിലാക്കാതെ ഇതിങ്ങനെ ഫോളോ ചെയ്തു പോയി. ഇന്ന സമുദായം ഇങ്ങനെ മതി, ഇവന്റെ ആചാരങ്ങളൊക്കെ മോശമാണ്, കാരണം പഠിക്കുന്നില്ല. ഇവൻ പഠിച്ചത് ശരി, അപ്പുറത്തോളം എന്താ ചെയ്തെന്ന് നമ്മൾ അറിയില്ല. ഇപ്പോഴും നമുക്ക് ഉറപ്പായി മലബാർ സമ്പ്രദായ ബ്രാഹ്മണിച്ചൊക്കെ ഇവരെ പോലുള്ള കുറച്ച് ആൾക്കാര് അത് ഗവേഷണ പാഠത്തോട് കൂടിയിട്ടും മറ്റും നിരന്തരം സംസാരിക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് പാണ്ഡിത്യമുള്ള ആളുകൾ പലപ്പോഴും ഇവിടുത്തെ ഇത്തരം ധർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അവിടെ നമ്മൾ വിമർശിക്കും. എന്തായി, ചണ്ടാള ബാബ ഹിന്ദുക്കളെ വിമർശിക്കുന്നു. എന്തോ സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് കാശി വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സനാതന ധർമ്മയ്ക്ക് ചെയ്ത് വിളിക്കൂല, നമ്മൾ ഭോലോ തക്ബീറെ വിളിക്കും. അത് വിളിക്കാൻ മടിയൊന്നുമില്ല. അതും ആത്യന്തികമായി ദൈവനാമത്തിൽ ശരിയാണെന്ന് പറയുന്ന ആളാണ്. പക്ഷെ അതിന്റെ വീക്ഷണം വേറെ ആവുന്നിടത്താണ് നമ്മൾ എതിർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താണ്, അവിടെയാണ് ഈ തിരിച്ചറിവ്. ഒന്നിനും ഭേദം വേണ്ട. ഈക്വാലിറ്റി. ഈക്വാലിറ്റി പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ഒന്നും അല്ല, എല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തതയിലെ തുല്യതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തതയിൽ തുല്യത ഉണ്ടായിരിക്കണം. ആ തുല്യത ഉണ്ടാകുമ്പോഴാണ് കുഴികുത്തി കഞ്ഞൂടി ഒന്നും പ്രശ്നമല്ല. നിങ്ങളൊരു ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയാർക്ക് നിങ്ങൾ നേരെ ഇലയിട്ടിട്ട് ഇലം വീഴ്ത്തി ഉപസ്തരിച്ച് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ പറയാണ് നമുക്ക് ഇലയിൽ വേണ്ട, നമുക്ക് കുഴിയിൽ മതി എന്ന് പറഞ്ഞാൽ അതേ മനോഭാവത്തിൽ വേണം. അല്ല നമ്മൾ വേണം ഇപ്രാവശ്യം നമുക്ക് കുഴിയിൽ വേണ്ട, ഇപ്രാവശ്യം ശങ്കരാചാര്യക്കൊപ്പം ഇലയിൽ മതി പറഞ്ഞാൽ അല്ല നിങ്ങൾ കുഴിയിൽ കുടിച്ചാൽ മതി, ഇത് പറയരുത്. അപ്പൊ ഇലയിൽ ശങ്കരാചാര്യ സ്വാമികൾ എന്തായാലും കുഴി കുടിക്കാന്ന് പറയില്ല. അപ്പൊ എന്തായാലും ഈ തരത്തിൽ അതാണ് കുഴി കുത്തി കഞ്ഞി. എന്താണ്, ഒരു ഭേദവും ഇല്ല. ഇത് നമ്മൾ എതിർക്കുന്നത് നിർബന്ധിച്ച്. ഇപ്പൊ നമുക്കറിയാം മാറുമറയ്ക്കാൻ സമരം നടന്ന നാടാണത്. ഇന്നിപ്പോ നിങ്ങൾ തന്നെ പലരും കണ്ടോ പെൺകുട്ടികൾ പല രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. നിങ്ങൾ എന്താ പറയാ, അയ്യോ പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? കാലം മാറി, അവരുടെ ഇഷ്ടം മക്കളെ, അവരുടെ ഇഷ്ടത്തിന് അവർ വസ്ത്രം ധരിച്ചോട്ടെ. നമ്മൾ എന്താണ്, നമ്മളുടെ ഈ വേണ്ടാത്ത സംസ്കാര ബോധമാണ്. അവർക്ക് അവരെ കുറിച്ച് ബോധമില്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് വിരശല്യം ഉണ്ടാവുന്നുള്ള പ്രശ്നമാണ്. ഒരു പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്കറിയാം അവരെ സംരക്ഷിക്കാൻ. നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മതങ്ങളാവട്ടെ സംസ്കാരമാവട്ടെ പുരുഷ കേന്ദ്രീകൃതമാകുമ്പോഴുള്ള പ്രശ്നം മാത്രമാണിത്. ഇതുപോലെ നേരത്തെ ട്രാൻസ്ജെൻഡറിന്റെ കാര്യവും പറഞ്ഞത്. ട്രാൻസ്ജെൻഡറുകൾ ഇതേപോലെ മനസ്സിലാക്കുക. അവര് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അപ്പൊ നമ്മൾ തുടങ്ങി എന്താണ്, നമ്മൾ അവര് മേലേക്കും നോക്കില്ല, അവര് മണ്ടേക്കും നോക്കൂല, നമ്മൾ താഴെത്തിക്കാൻ നോക്കുന്നത്. അവിടെ എന്ത് ചേഞ്ചാ, ഇവരെന്ത് തുണി പൊക്കി പിടിച്ച് നടക്കണം എന്നാണോ നമ്മൾ പറയുന്നത്? ഇവിടെയാണ് സംസ്കാരം വാക്കിലും വായിലുമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ വേണം. മറ്റൊരു ഇപ്പൊ നമ്മൾ തലയിൽ കെട്ടി, നമ്മുടെ തലയെ കെട്ടുമ്പോഴേ വഴി നോക്കാം. ഇപ്പൊ അവിടെ പോയി തലയെ കെട്ട്, എടൊക്കെ വേണമെങ്കിൽ വെച്ചാൽ തീരുന്ന പ്രശ്നം. ഇത് വെക്കണോ നോക്കണോ ഞാനാണ്, എന്റെ ഇഷ്ടമാണ്. ഇന്ത്യൻ ഭരണഘടന ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ടല്ലേ. തുണി ഉടുക്കാത്ത സന്യാസി പാരമ്പര്യമുള്ള നാടാണ് ഭാരതം. ഇതല്ലാത്ത മറ്റു പല കൺട്രീസിലും അല്ലാണ്ട് ജന്മന ഇത് തുണി തന്നെ അറിയാത്ത ആളുകളുണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇട്ടാവിടത്തെ ഈ കോഴിക്കൂട്ടിൽ കടന്നിട്ട് ഇതാണ് നമ്മൾ പഠിച്ചത് മാത്രം ശരി എന്ന ധാരണയിൽ ലോകത്തെ നോക്കിക്കണ്ടാൽ അതിന്റെ പേരാണ് ഭീകരവാദം. അല്ല, തൊട്ടടുത്തവന്റെ വികാരം മനസ്സിലാക്കി അത് ലോകത്തിന് ഉപദ്രവമല്ല, എനിക്കും ഉപദ്രവമല്ല, അവനും തന്നെ അവന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഡ്രഗ്സ് ഇത്യാദി വിഷയങ്ങൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ശരീരത്തെ മനസ്സിനെ ദുഷിപ്പിക്കുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെയാണ് എന്ത് വസ്തു ഉപയോഗിച്ചാലും ശരി, അഡിക്ഷനാണ് തെറ്റ്. ഈ പ്രകൃതിയിലുണ്ടായ എല്ലാ വസ്തുക്കളും സ്വീകാര്യമാണ്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. എന്നാൽ അഡിക്ഷൻ ഉണ്ടായാൽ അത് തെറ്റാണെന്ന് പറയാൻ കാരണം തെറ്റായത് കൊണ്ടല്ല തെറ്റും ശരിയുമില്ല. ശരീരമുണ്ടെങ്കിലേ പ്രകൃതി അറിയാൻ പറ്റും. പ്രകൃതിയെ അറിഞ്ഞാലേ ഉള്ളൂ ആദ്യം പറഞ്ഞ മനുഷ്യനെ അറിയാൻ, ദൈവമാകാൻ. അങ്ങനെ വരുമ്പോ എന്താണ്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധം നശിക്കും. ബോധം നശിച്ചാൽ സത്യദർശനം യഥാർത്ഥത്തിലുള്ള, മറ്റത് വെറുതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് എന്തെങ്കിലും വെറുതെ തോന്നുന്നതാണെങ്കിൽ യഥാർത്ഥ സത്യത്തെ ദർശിക്കാൻ മയക്കുമരുന്ന് ലഹരി വസ്തുക്കളെ കൊണ്ട് സാധ്യമല്ല.
അതുകൊണ്ട് എന്ത് ചെയ്യാ, അത് വേണ്ട. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമുണ്ടെങ്കിലേ ധർമ്മത്തെ അനുഭവിക്കാനും അറിയാനും സത്യജ്ഞാനവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടരുതേ. ചോദ്യം വരും, അപ്പൊ നിങ്ങൾ കള്ളം ഒക്കെ വെച്ച് പൂജിക്കുന്നതോ? മദ്യം വെച്ച് പൂജിക്കാനും അതുകൊണ്ട് തർപ്പണം ചെയ്യാനും ആ മണ്ഡലത്തിൽ മദ്യം ആ ഒരു നിവേദ്യമായി സ്വീകരിക്കാനും മാത്രമേ വിധിയുള്ളൂ. നിവേദ്യവും തന്നെ അതാത് സമ്പ്രദായത്തിന്റെ ക്രമം ഗുരുക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൂസായി കള്ളുകുടിയന്മാരെ ഉണ്ടാക്കാൻ ഒരു സമ്പ്രദായവും പറഞ്ഞിട്ടില്ല. ചാത്തൻ കള്ള് കുടിക്കുന്നില്ലേ, കാളി കള്ള് കുടിക്കുന്നില്ലേ, എന്നയ്ക്കും കള്ള് കുടിക്കാം, കള്ള് കുടിച്ച് വെറുതെ കുറഞ്ഞേരം ഇരിക്കാൻ തുള്ളാൻ പറയാം. അങ്ങനെ പറയുന്നത് തെറ്റാണ്. മദ്യം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ എന്താണ്? ഈ സുര സംസ്കൃതം നമ്മൾ പറയാ സംസ്കരിക്കാത്ത സുര. എന്താ സുര? സംസ്കൃത സംസ്കാര പാനം. സുരയെ സംസ്കരിക്കാത്ത പാനം ചെയ്യുന്നത് രോഗ കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ഇതൊക്കെ ഭഗവാനാൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. കേവലം വിഷയാസക്ത പദത്വ സംശയ. പഞ്ചമകാരം മദ്യം, മത്സ്യം, മാംസം, മുദ്രാമ, ഇതിന് 5 കാര്യങ്ങളെ കൊണ്ട് കൗളാചാരം ആചരിക്കപ്പെടുമ്പോഴും അത് സാധാരണഗതിയിൽ കഴിക്കാൻ നമുക്ക് വിധിയില്ല. കഴിക്കണമെങ്കിൽ വാർഷികമായിട്ട് കുലദേവതയ്ക്ക് സമർപ്പിക്കാം. അത് ഭക്ഷണ പദാർത്ഥങ്ങൾ. മദ്യം എന്നുള്ളത് നമ്മൾ സാധാരണ ഭക്ഷണ പദാർത്ഥമല്ല. ബീവറേജ്